ഹായ് ഫ്രണ്ട്സ്, ആദ്യത്തെ 2 വീഡിയോസിൽ നമ്മൾ ഓഡിറ്റിംഗ് ആണ് തുടങ്ങിയത്. സോ അതിൽ നമ്മൾ ഓഡിറ്റിംഗ് എന്താണ്, ഓവറോൾ ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, ആസ്പെക്ട്സ്, അഡ്വാൻറ്റേജസ് ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്, റിലേഷൻഷിപ്പ് ഓഫ് ഓഡിറ്റിംഗ് വിത്ത് അതർ ഡിസിപ്ലിൻസ്, റോൾ ഓഫ് ഇന്റർനാഷണൽ ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ്, റോൾ ഓഫ് ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ്, ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. ആദ്യം പറയാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റർ എടുത്ത ടൈമിൽ നമ്മൾ പറഞ്ഞു ഓഡിറ്റ് റിസ്കിനെ 0 ആക്കാൻ സാധിക്കില്ല എന്ന്. അതുപോലെ തന്നെ ഫ്രോഡ് അല്ലെങ്കിൽ ഇറർ മൂലമുണ്ടായ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സിൽ നിന്നെല്ലാം നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫുള്ളി ഫ്രീ ആണ്, അതായത് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഡിറ്റർക്ക് അബ്സല്യൂട്ട് അഷ്വറൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ എപ്പോഴും റീസണബിൾ അഷ്വറൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ അബ്സല്യൂട്ട് അഷ്വറൻസ് പ്രൊവൈഡ് ചെയ്യാത്തതിന്റെ റീസൺ ആണ് ഈ ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ദ ഓഡിറ്റർ ഈസ് നോട്ട് എക്സ്പെക്ടഡ് ടു ആൻഡ് കനോട്ട് റെഡ്യൂസ് ഓഡിറ്റ് റിസ്ക് ടു 0 and cannot therefore obtain absolute assurance that the financial statements are free from material misstatement due to fraud or error. This is because there are inherent limitations of an audit. ഇനി ഈ limitations എങ്ങനെയൊക്കെയാണ് arise ചെയ്യുന്നതെന്ന് നോക്കാം. The inherent limitations of an audit arise from the nature of financial reporting. The preparation of financial statements involves judgment by management in applying the requirements of the entity's applicable financial reporting framework to the facts and circumstances of the entity. Many financial statement involve subjective decisions or assessments or a degree of uncertainty. അതായത് മാനേജ്മെന്റ് ആണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ജഡ്ജ്മെന്റ്സും എസ്റ്റിമേറ്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ആസ് എൻ ഓഡിറ്റർ നമ്മൾ നോക്കുന്നത് ഈ ജഡ്ജ്മെന്റ്സും എസ്റ്റിമേറ്റ്സ് എല്ലാം ആക്യുറേറ്റ് ആണോ എന്നല്ല, അതേസമയം റീസണബിൾ ആണോ, അതായത് ന്യായമായിട്ടുള്ളതാണോ എന്ന് മാത്രമാണ്. സ്വാഭാവികമായിട്ട് ഈ ഒരു എസ്റ്റിമേറ്റ്സ്, ജഡ്ജ്മെന്റ്സ്, ഇന്റർപ്രിട്ടേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ലിമിറ്റേഷൻ ഫാക്ടർ ആണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്, ദ നേച്ചർ ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അടുത്തതാണ് ദ നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. There are practical and legal limitations on the auditor's ability to obtain audit evidence. അതായത് മാനേജ്മെന്റിനെ കുറിച്ചൊരു ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള എവിഡൻസ് ആവശ്യമാണ്. ഈ ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോപ്പർലി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ളതും ലീഗൽ ആയിട്ടുള്ളതും ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയെന്നാണ് താഴെ പറയുന്നത്. Possibility that management or others may not provide intentionally or unintentionally the complete information that is relevant to the preparation and presentation of the financial statements. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതായാലും പ്രസന്റ് ചെയ്യുന്നതായാലും ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഒന്നുകിൽ മനഃപൂർവ്വമോ അല്ലെങ്കിൽ അല്ലാതെയോ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യില്ല. അതൊരു ലിമിറ്റേഷൻ ആണ്. അതായത് മാനേജ്മെന്റ് ഇന്റൻഷനലി അല്ലെങ്കിൽ അൺഇൻറ്റൻഷനലി ആ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക. ഫ്രോഡ് മേ ഇൻവോൾവ് സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് കെയർഫുള്ളി ഓർഗനൈസ്ഡ് സ്കീംസ്. അതായത് ഇൻറ്റൻഷനലി ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതേസമയം നമുക്ക് അറിയാതെ പറ്റുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു കമ്പനിയിലെ എല്ലാ ആൾക്കാരും കൂടി ഒന്നിച്ച് ചേർന്നാണ് അവിടെ ഫ്രോഡ് ആക്ടിവിറ്റി നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതൊരു ലിമിറ്റേഷൻ ആണ്. ആൻഡ് ഓഡിറ്റ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻടു അലജഡ് റോങ് ഡൂയിങ്. ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഒരു ഓഡിറ്റർക്ക് സാധിക്കില്ല. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് മാത്രമേ ഓഡിറ്റ് നടത്താൻ സാധിക്കുള്ളൂ. അല്ലാതെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് ഒന്നും ഓഡിറ്റർക്ക് നടത്താൻ സാധിക്കില്ല. അതായത് ഓഡിറ്റർക്ക് യാതൊരുവിധ ലീഗൽ പവേഴ്സും ഇല്ല. അതും ഒരു ലിമിറ്റേഷൻ ആണ്. അടുത്ത പോയിന്റ് ആണ് timeliness of financial reporting and the balance between benefit and cost. Relevance of information and thereby its value tends to diminish over time, and there is a balance to be struck between the reliability of information and its cost. അതായത് ഓഡിറ്റ് നടത്തുന്നതിൽ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിനുള്ളിൽ നമ്മൾ ആ ഓഡിറ്റ് ചെയ്തിരിക്കണം. അതൊരു ലിമിറ്റേഷൻ ആണ്. അതുപോലെ തന്നെ ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെക്കാട്ടിയും കൂടുതലായിരിക്കും അത് കാരണം ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്. സോ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഓഡിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെന്നില്ല. അതായത് അതിനെക്കാട്ടിയും കൂടുതലായിരിക്കും ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് മറ്റൊരു ലിമിറ്റേഷൻ, ടൈംലിനെസ് ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ദ ബാലൻസ് ബിറ്റ്വീൻ ബെനിഫിറ്റ് ആൻഡ് കോസ്റ്റ്. അടുത്തതാണ് അതർ മാറ്റേഴ്സ് ദാറ്റ് അഫക്ട് ദ ലിമിറ്റേഷൻസ് ഓഫ് ആൻ ഓഡിറ്റ്.
ഓഡിറ്റിൻ്റെ ലിമിറ്റേഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. Certain assertions or subject matters are particularly significant. Such assertions or subject matters include fraud, particularly involving senior management or collusion. അതായത് സീനിയർ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ച് ഫ്രോഡ് നടത്തുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതൊരു ലിമിറ്റേഷനാണ്. ദ എക്സിസ്റ്റൻസ് ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ്. റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് എന്നൊക്കെ പറയുന്നത് സബ്ജക്റ്റീവ് മാറ്റേഴ്സ് ആണ്. സോ പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് നമുക്ക് ലഭിക്കില്ല. അതും ഒരു ലിമിറ്റേഷനാണ്. ദ ഒക്കറൻസ് ഓഫ് നോൺ കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ്. കമ്പനിക്ക് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പാടാണ്. ഫ്യൂച്ചർ ഇവൻറ്റ്സ് ഓർ കണ്ടീഷൻസ് ദാറ്റ് മേ കോസ് ആൻ എൻറ്റിറ്റി ടു സീസ് ടു കണ്ടിന്യൂ ആസ് എ ഗോയിങ് കൺസേൺ. അതായത് കമ്പനിക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് കുറച്ച് എസ്റ്റിമേഷൻസും കാര്യങ്ങളും കാണും. അതൊക്കെ അവരുടേതായ സബ്ജക്റ്റീവ് ഡിസിഷൻസ് ആണ്. അപ്പം ഈ പറഞ്ഞ 4 കാര്യങ്ങളുമാണ് ഓഡിറ്റിൻ്റെ ലിമിറ്റേഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾ. ഫ്രോഡ് എന്ന് പറയുന്നത് SA 240-ലും റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് SA 550-ലും ലോസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് SA 250-ലും ഗോയിങ് കൺസേണിനെ കുറിച്ച് SA 570-ലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇത്രയുമാണ് ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ആൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. ദ നേച്ചർ ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ദ നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, timeliness of financial reporting and the balance between benefit and cost, other matters that affect the limitations of an audit. അടുത്ത ടോപ്പിക്കാണ് റിലേഷൻഷിപ്പ് ഓഫ് ഓഡിറ്റിംഗ് വിത്ത് അതർ ഡിസിപ്ലിൻസ്. ഒരു ഓഡിറ്റർ ആകണമെന്നുണ്ടെങ്കിൽ മറ്റ് സബ്ജക്റ്റിനെ കുറിച്ച് എന്തൊക്കെ നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ്. ഓഡിറ്റിംഗ് റിവ്യൂസ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ നത്തിങ് ബട്ട് എ റിസൾട്ട് ഓഫ് ദ ഓവറോൾ അക്കൗണ്ടിംഗ് പ്രോസസ്. അതായത് ഓവറോൾ അക്കൗണ്ടിംഗ് പ്രോസസ്സിൻ്റെ റിസൾട്ടാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസ് ആൻ ഓഡിറ്റർക്ക് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഓഡിറ്റിംഗ് ആൻഡ് ലോ. ആൻഡ് ഓഡിറ്റർ ഷുഡ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് ബിസിനസ് ലോസ് അഫക്റ്റിംഗ് ദ എൻറ്റിറ്റി. ഒരു ഓഡിറ്റർക്ക് എൻറ്റിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ബിസിനസ് ലോസിനെ കുറിച്ചിട്ടായാലും ലോ ഓഫ് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടായാലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, ടാക്സേഷൻ ലോസ്, ഇതിനെക്കുറിച്ചെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഓഡിറ്റിംഗ് ആൻഡ് എക്കണോമിക്സ്. ഓഡിറ്റർ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഫെമിലിയർ വിത്ത് ദ ഓവറോൾ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഓഫ് ദ ക്ലയൻറ്റ്. ഒരു ക്ലയൻറ്റിൻ്റെ ഓവറോൾ എക്കണോമിക് എൻവയോൺമെൻറ്റിനെ കുറിച്ച് നോളജ് ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. ഫ്രം ഓഡിറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ എടുക്കുകയാണെങ്കിൽ ഓഡിറ്റർ കൂടുതലും കൺസേൺ ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സ് ആയിരിക്കും. ഓഡിറ്റിംഗ് ആൻഡ് ബിഹേവിയറൽ സയൻസ്. നോളജ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് എസെൻഷ്യൽ ഫോർ ആൻ ഓഡിറ്റർ ടു എഫക്റ്റീവ്ലി ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടീസ്. അതായത് ഓഡിറ്റർക്ക് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഒരു ഫൈനാൻഷ്യൽ ഓഡിറ്റർ ആണെങ്കിൽ കൂടുതലും ഡീൽ ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഫിഗേഴ്സുമായിട്ടായിരിക്കും. ബട്ട് ഓർഗനൈസേഷൻ്റെ എല്ലാ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും വേണം. ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്ന വഴി മാത്രമേ ഫ്രോഡ് ഉണ്ടാക്കാനുള്ള ചാൻസ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓരോ ഹ്യൂമൻ ബിഹേവിയറും മനസ്സിലാക്കിയാൽ മാത്രമേ ഓരോ സ്റ്റാഫും അവരുടെ ഡ്യൂട്ടീസ് പ്രോപ്പർലി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുള്ളൂ. ഓഡിറ്റിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ഓഡിറ്റർ ഈസ് ഓൾസോ എക്സ്പെക്റ്റഡ് ടു ഹാവ് ദ നോളജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് ഫോർ മീനിങ്ഫുൾ കൺക്ലൂഷൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ഫോർ വെരിഫിക്കേഷൻ ഓഫ് ഇൻവെൻട്രീസ്. സാമ്പിളിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന ടൈമിൽ ഒരു മീനിങ്ഫുൾ കൺക്ലൂഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻവെൻട്രി വാല്യുവേഷൻ അല്ലെങ്കിൽ കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് നടക്കുന്ന ടൈമിൽ മാത്തമാറ്റിക്സിനെ കുറിച്ചും നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഓഡിറ്റിംഗ് ആൻഡ് ഡേറ്റ പ്രോസസ്സിംഗ്. EDP ഓഡിറ്റിംഗ് ഇൻ ഇറ്റ്സെൽഫ് ഈസ് ഡെവലപ്പിംഗ് ആസ് എ ഡിസിപ്ലിൻ ഇൻ ഇറ്റ്സെൽഫ്. EDP എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ് എന്നാണ്. അതായത് നമ്മൾ കൂടുതലും കമ്പ്യൂട്ടർ യൂസ് ചെയ്താണ് ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഓഡിറ്റർക്ക് സിസ്റ്റമായി ബന്ധപ്പെട്ട എല്ലാ നോളജും ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നമുക്ക് കംപ്ലീറ്റ് ആക്യുറസിയിലും അതുപോലെ തന്നെ ഹൈ സ്പീഡിലും ലാർജ് ക്വാണ്ടിറ്റിയിലുള്ള ഡേറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഡോക്യുമെൻ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും എല്ലാം സാധിക്കുന്നു. സോ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് എല്ലാ സിസ്റ്റത്തിനെ കുറിച്ചും റിലേറ്റഡ് ടേംസിനെ കുറിച്ചും എല്ലാം നോളജ് ഉണ്ടായിരിക്കണം. ഓഡിറ്റിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ദ ഓഡിറ്റർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് നോളജ് അബൌട്ട് വേരിയസ് ഫൈനാൻഷ്യൽ ടെക്നിക്സ് സച്ച് ആസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ഫണ്ട്സ് ഫ്ലോ, റേഷ്യോ അനാലിസിസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എക്സെട്ര. ഒരു ഓഡിറ്റർക്ക് ഫൈനാൻഷ്യൽ ടെക്നിക്സിനെ കുറിച്ചും നല്ല നോളജ് ഉണ്ടായിരിക്കണം. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുക, ഫണ്ട് ഫ്ലോ എങ്ങനെയാണ് മാനേജ് ചെയ്യുക,
റേഷ്യോ അനാലിസിസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇതൊക്കെ എങ്ങനെയാണ് നടത്തുക എന്നതിനെക്കുറിച്ചെല്ലാം നല്ല അറിവ് ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. ഓഡിറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ. ഗുഡ് ഓഡിറ്റർ ഈസ് വൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് ദ ക്ലയൻറ്റ് ആൻഡ് ഹിസ് ബിസിനസ് ഫങ്ഷൻസ് സച്ച് ആസ് പ്രൊഡക്ഷൻ, കോസ്റ്റ് സിസ്റ്റം, മാർക്കറ്റിംഗ് എക്സെട്ര. ഒരു ഓഡിറ്റർ എന്ന് പറയുമ്പം ഓഡിറ്ററിൻ്റെ ക്ലയൻറ്റിനെ കുറിച്ചായാലും അവിടുത്തെ ബിസിനസ് ഫങ്ഷൻസ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചായാലും നല്ല നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ വേസ്റ്റേജ് എന്തെങ്കിലും ഉണ്ടോ, ടെക്നോളജി ചേഞ്ച് വേണോ എന്നെല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇത്രയുമാണ് ഓഡിറ്റിങ്ങിന് മറ്റ് ഡിസിപ്ലിൻസുമായിട്ടുള്ള റിലേഷൻ. ഒന്ന് ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് ആൻഡ് ലോ, ഓഡിറ്റിംഗ് ആൻഡ് എക്കണോമിക്സ്, ഓഡിറ്റിംഗ് ആൻഡ് ബിഹേവിയറൽ സയൻസ്, ഓഡിറ്റിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, ഓഡിറ്റിംഗ് ആൻഡ് ഡേറ്റ പ്രോസസ്സിംഗ്, ഓഡിറ്റിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഓഡിറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ. അടുത്ത ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്സ്. അതിൽ ആദ്യം പറയാൻ പോകുന്നതാണ് റോൾ ഓഫ് ഇൻ്റർനാഷണൽ ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങിൻ്റെ ബേസിസിലാണ് ഓഡിറ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. ഈ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അക്കൗണ്ടൻസ് വാസ് സെറ്റപ്പ് വിത്ത് എ വ്യൂ ടു ബ്രിങ് ഹാർമണി ഇൻ ദ പ്രൊഫഷൻ ഓഫ് അക്കൗണ്ടൻസി ഓൺ ആൻ ഇന്റർനാഷണൽ സ്കെയിൽ. IFSC board has established the International Auditing and Assurance Standards Board to develop and issue in the public interest and under its own authority high quality auditing standards for use around the world. IASB functions as an independent standard setting body under the auspices of IFSC. ഇതിൽ പറയുന്നത് IFSC എന്ന ബോർഡിൻ്റെ ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസിൻ്റെ ബേസിസിലാണ് എല്ലാ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് ബോഡീസും വർക്ക് ചെയ്യുന്നത്. അതായത് ICAI ആയാലും ACCA ആയാലും അങ്ങനെയുള്ള എല്ലാ ഇൻ്റർനാഷണൽ ബോഡിയും വർക്ക് ചെയ്യുന്നത് IFSC എന്ന സിംഗിൾ പ്രൊഫഷണൽ ബോഡിയുടെ കീഴിലാണ്. IFSC എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഇന്റർനാഷണൽ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എന്ന് പറയുന്നത്. അതായത് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുക എന്ന മെയിൻ ലക്ഷ്യത്തോടെയാണ് IAASB ഇന്റർനാഷണൽ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആ ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിന്റെ ബേസിസിലാണ് നമ്മൾ നമ്മുടെ കൺട്രിക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ IFSCയുടെ കീഴിൽ ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി ആയിട്ടാണ് IASB ഫംഗ്ഷൻ ചെയ്യുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് IASB ഈസ് ടു സെർവ് പബ്ലിക് ഇൻട്രസ്റ്റ് ബൈ സെറ്റിംഗ് ഹൈ ക്വാളിറ്റി ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് by facilitating the convergence of international and national standards, thereby enhancing quality and uniformity of practice throughout the world and strengthening public confidence in the global auditing and assurance profession. അതായത് IASBയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പബ്ലിക്കിന് വേണ്ടി ഹൈ ക്വാളിറ്റി ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുക എന്നതാണ്. ഓരോ കൺട്രിയുടെ നാഷണൽ സ്റ്റാൻഡേർഡ്സും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും തമ്മിൽ കൺവേർജ് ചെയ്യുക, അതായത് രണ്ടും കൂടി ഈക്വൽ ആക്കുന്നത് വഴി എല്ലാ കൺട്രീസിനും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് IASB ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി വേൾഡ് ത്രൂ ഔട്ട് യൂണിഫോം അഷുറൻസ് പ്രൊഫഷൻ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നു. The IASB achieves this objective by, അതായത് ഈ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. എസ്റ്റാബ്ലിഷിംഗ് ഹൈ ക്വാളിറ്റി ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡൻസ് ഫോർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ്, establishing high quality standards for other types of assurance service, establishing high quality standards and guidance for other related service, establishing high quality standards for quality control, publishing other pronouncements on auditing and assurance matters. അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റിനായാലും മറ്റ് അഷുറൻസ് സർവീസിനായാലും മറ്റ് റിലേറ്റഡ് സർവീസിനായാലും ക്വാളിറ്റി കൺട്രോളിനായാലും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ഗൈഡൻസും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വഴിയും അതുപോലെ തന്നെ പ്രൊനൗൺസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന വഴി, പബ്ലിഷിംഗ് അതർ പ്രൊനൗൺസ്മെൻറ്റ് ഓൺ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് മാറ്റേഴ്സ്, ഓഡിറ്റിങ്ങിനെ കുറിച്ചായാലും അഷുറൻസ് മാറ്റേഴ്സിനെ കുറിച്ചായാലും പ്രൊനൗൺസ്മെൻറ്റ്സ് പബ്ലിഷ് ചെയ്യുക. അതൊരു പ്രൊനൗൺസ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓഡിറ്റിങ്ങിനെ കുറിച്ചായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറിച്ചൊരു നോട്ട് ഇറങ്ങുന്ന ടൈമിൽ അതിന് വേണ്ടിയിട്ട് ഫർദർ ഇൻഫർമേഷൻ തരുന്നതിനെയാണ് പ്രൊനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഇത്രയും ചെയ്യുന്ന വഴി IASBക്ക് അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അടുത്ത ടോപ്പിക്കാണ് റോൾ ഓഫ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. ICAI is a member of the IFSC and is committed to work towards the implementation of the guidelines issued by the IFSC. ICAI constituted the AASB to review the existing audit practices in India and to develop engagement and quality control standards so that these may be issued by the Council of the Institute. നമ്മൾ ഓൾറെഡി പറഞ്ഞു IFSC എന്ന സിംഗിൾ പ്രൊഫഷണൽ ബോഡിയുടെ അണ്ടറിലാണ്
ICA വർക്ക് ചെയ്യുന്നതെന്ന്. അതായത് ഇവിടെ പറയുന്നത് IFSCയുടെ മെമ്പറാണ് ICA. അതുപോലെ തന്നെ IFSC ഇഷ്യൂ ചെയ്യുന്ന ഗൈഡ് ലൈൻസിന് അനുസരിച്ചായിരിക്കും ICA വർക്ക് ചെയ്യുന്നത്. ICA കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് APC, ഓഡിറ്റിംഗ് പ്രാക്ടീസ് കമ്മിറ്റി എന്ന് പറയുന്നത്. അത് പിന്നീട് ചേഞ്ച് ചെയ്താണ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എന്നായി മാറിയത്. ഈ APC, ഓഡിറ്റിംഗ് പ്രാക്ടീസ് കമ്മിറ്റിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എക്സിസ്റ്റ് ചെയ്യുന്ന ഓഡിറ്റിംഗ് പ്രാക്ടീസസ് റിവ്യൂ ചെയ്യുക, അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുക. ഇതാണ് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇൻ്റർനാഷണൽ സ്കെയിലിൽ ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന ബോർഡിനെയാണ് ഇൻ്റർനാഷണൽ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ കൺട്രിയിൽ ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന ബോർഡിനെയാണ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എന്ന് പറയുന്നത്. അടുത്തത് ആപ്ലിക്കബിലിറ്റി ഓഫ് എൻഗേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്. താഴെ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും മെയിൻലി ഇഷ്യൂ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന് SAS, സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. അത് ഹിസ്റ്റോറിക്കൽ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ കേസിലാണ് ആപ്ലിക്കബിൾ ആകുക. അടുത്തത് SREs, സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ്. അതായത് ഹിസ്റ്റോറിക്കൽ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ റിവ്യൂ ചെയ്യുന്നിടത്താണ് ഈ SREs ആപ്ലിക്കബിൾ ആകുക. അടുത്തത് SAEs, സ്റ്റാൻഡേർഡ് ഓൺ അഷുറൻസ് എൻഗേജ്മെൻറ്റ്. അഷുറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ കേസുകളിലാണ് ഇത് ആപ്ലിക്കബിൾ ആകുക. അടുത്തത് SRS, സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസസ്. അതർ റിലേറ്റഡ് സർവീസ് എൻഗേജ്മെൻറ്റുകളുടെ കേസുകളിലാണ് SRS ആപ്ലിക്കബിൾ ആകുക. അടുത്തതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഗൈഡൻസ് നോട്ട്സ്. ഇൻ്റർനാഷണൽ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഈ സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ ഗൈഡൻസ് നോട്ടും തരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ ഡോക്യുമെൻറ്റ്സ് വിച്ച് ആർ ഇഷ്യൂഡ് വിത്ത് എ view to secure compliance by members on matters which are critical for the proper discharge of the functions of the council. അതായത് ഇതിൽ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഓരോ മെമ്പേഴ്സും അവരുടെ ഫംഗ്ഷൻ പ്രോപ്പർലി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. മെയിൻലി ഇത് രണ്ട് തരത്തിലാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോളോ ചെയ്യുന്നത്. ഒന്ന്, ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണോ റെക്കോർഡ് ചെയ്യേണ്ടത് അത് പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഫൈനാൻഷ്യൽ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റേഴ്സ് ആണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതെല്ലാം പ്രോപ്പർലി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാനും സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നു. പിന്നെ കംപ്ലൈൻറ്റ്സ് എന്ന് പറയുമ്പോൾ മാൻഡേറ്ററി ആണ്. ഡ്യൂട്ടീസ് ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ടു എൻഷുർ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ഓഡിറ്റിംഗ് മാറ്റേഴ്സ് ആർ ബീങ് ഫോളോഡ് വെൻ പെർഫോമിംഗ് ഓഡിറ്റ്. ഓഡിറ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഓഡിറ്റിംഗ് മാറ്റേഴ്സിന്റെ കാര്യങ്ങളിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക. അതാണ് അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഗൈഡൻസ് നോട്ട്. ഗൈഡൻസ് നോട്ട് ആർ ഡോക്യുമെന്റ്സ് which are issued with a view to provide guidance on matters on which the members may require assistance. അതായത് ഗൈഡൻസ് നോട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ വർക്ക് പെർഫോം ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ വർക്കിൽ ഇൻവോൾവ്ഡ് ആകുന്ന ടൈമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ടൈമിലോ ആ ഇഷ്യൂസ് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഗൈഡ് ലൈൻസ് തരുന്ന ആ ഒരു നോട്ടിനെയാണ് ഗൈഡൻസ് നോട്ട് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള സർക്കംസ്റ്റാൻസസ് ഒന്നെങ്കിൽ പ്രൊഫഷണൽ വർക്കിൽ ഇൻവോൾവ്ഡ് ആകുന്ന ടൈമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ടൈമിൽ ഈ സർക്കംസ്റ്റാൻസസിലാണ് ഗൈഡൻസ് നോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് റെക്കമെൻഡേറ്ററി ഇൻ നേച്ചർ ആണ്. ഇതിൽ മെമ്പേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഓഡിറ്റിംഗ് മാറ്റേഴ്സിൽ ഗൈഡൻസ് നോട്ട് പ്രോപ്പർലി ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക എന്നതാണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓരോ മെമ്പേഴ്സും അവരുടെ ഫംഗ്ഷൻ പ്രോപ്പർലി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതാണ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറയുന്നത്. അതേസമയം ഗൈഡൻസ് നോട്ടിൽ പറയുന്നത് ഒരു പ്രൊഫഷണൽ വർക്ക് പെർഫോം ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ടൈമിലോ ആ ഇഷ്യൂസ് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഗൈഡ് ലൈൻസ് ആയി തരുന്ന നോട്ടിനെയാണ് ഗൈഡൻസ് നോട്ട് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. Integrity. The auditor should be honest, sincere and straightforward while performing his professional duties. അതായത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഓഡിറ്റർ എന്ന് പറയുമ്പോൾ ഓണസ്റ്റ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡും ആയിരിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഡ്യൂറിങ് ദ കണ്ടക്ട് ഓഫ് ഓഡിറ്റ് he has to interact with various officers and staff of the organization and third parties. Thus, he requires good oral and written communication abilities. അതായത് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഓഫീസേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓഡിറ്റർക്ക് ഓറലായിട്ടായാലും റിട്ടൺ ആയിട്ടായാലും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമാണ്. കോൺഫിഡൻഷ്യാലിറ്റി. ഹി ഷുഡ് നോട്ട് ഡിസ്ക്ലോസ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ അക്വേർഡ് ഡ്യൂറിങ് conduct of his professional duties
to any third party except when permitted by client or required by law. അതായത് ക്ലയൻറ്റിൻ്റെ കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ മറ്റൊരു തേർഡ് പാർട്ടി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ ക്ലയൻറ്റിൻ്റെ പെർമിഷൻ ഉണ്ട് ആ ഒരു ഇൻഫോർമേഷൻ ഡിസ്ക്ലോസ് ചെയ്തോ, അല്ലെങ്കിൽ ലോ പ്രകാരം അത് ഡിസ്ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാം. അല്ലാതെ ഒരിക്കലും മറ്റൊരാളുടെ അടുത്ത് ഒരു ക്ലയൻറ്റിൻ്റെ ഇൻഫോർമേഷൻ പറയാൻ പാടില്ല. സോ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടായിരിക്കണം. Independence. He should not subordinate his judgment to the will of others. He should conduct the audit in unbiased manner. അതായത് ഓഡിറ്റർക്ക് ഇൻഡിപെൻഡൻസ് വേണം. മറ്റൊരാൾ പറയുന്നതനുസരിച്ച് മാത്രമായിരിക്കരുത് ഓഡിറ്റർ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓഡിറ്റർ ആ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് ഒരു കൺഫ്യൂഷൻ ഇല്ലാത്തൊരു രീതിയിലായിരിക്കണം. അതായത് ഓഡിറ്റർക്ക് എന്ത് തോന്നുന്നോ അത് കറക്റ്റായിട്ട് ആ ഒരു ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യുക. Knowledge. He should have general knowledge of client's business and economic trends. Thorough knowledge of law and practice of taxation is necessary. നമ്മൾ റിലേഷൻഷിപ്പ് ഓഫ് ഓഡിറ്റിംഗ് വിത്ത് അതർ ഡിസിപ്ലിൻ പഠിച്ചപ്പോൾ ഒരു ഓഡിറ്റർക്ക് വേണ്ട നോളജ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. സോ ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിനെ കുറിച്ചിട്ടായാലും എക്കണോമിക് ട്രെൻഡ്സിനെ കുറിച്ചിട്ടായാലും ലോസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചിട്ടായാലും നല്ല നോളജ് ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. ലോജിക്കൽ സ്കിൽ. He must be able to analyze and interpret the problem so that he can deal with the same. അതായത് ഒരു പ്രോബ്ലം അനലൈസ് ചെയ്ത് അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. ജഡ്ജ്മെൻറ്റ്. ഹി ഷുഡ് ബി കേപ്പബിൾ ഓഫ് ടേക്കിംഗ് ഫേംസ് ജഡ്ജ്മെൻറ്റ് സോ ആസ് ടു വിച്ച് ഐറ്റംസ് ആർ ടു ബി ചെക്ക്ഡ്. അതായത് ഓഡിറ്റർക്ക് സ്വന്തമായിട്ട് ജഡ്ജ്മെൻറ്റ്സ് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം, അതായത് കഴിവ് ഉണ്ടായിരിക്കണം. ഇത് ഇത്രയുമാണ് ഓഡിറ്റർക്ക് വേണ്ട ക്വാളിറ്റീസ്: ഇൻറ്റഗ്രിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കോൺഫിഡൻഷ്യാലിറ്റി, ഇൻഡിപെൻഡൻസ്, നോളേജ്, ലോജിക്കൽ സ്കിൽ, ജഡ്ജ്മെൻറ്റ്. തുടർന്നും CA ഇൻ്റർമീഡിയറ്റ് സംബന്ധിച്ചുള്ള വീഡിയോസ് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക. താങ്ക് യു.